അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജോർജിയൻ ട്രാവൽ ബ്ലോഗിൻ്റെ എന്താ പറയുക രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ. ഇപ്പോൾ സമയം 6:40 നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. കൃത്യം 7 മണി 7:05 ആയിട്ടില്ല, 7:02 ആയപ്പോഴേക്കും നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ജോർജിയൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിബ്ലിസി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരു പപ്പറ്റ് ഷോ ഉണ്ടാവും ഉച്ചയ്ക്ക് 12 മണിക്കും അതുപോലെ വൈകുന്നേരം 7 മണിക്കും. അപ്പോൾ ഈ ഒരു പപ്പറ്റ് ഷോയിൽ എന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ദ സർക്കിൾ ഓഫ് ലൈഫ് എന്ന പേരിലൊരു ചെറിയ പപ്പറ്റ് ഷോ ആണിട്ടത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരുവിധം എല്ലാ സംഭവങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ. 12 മണിക്ക് ഉച്ചക്കുള്ളതാണെങ്കിൽ 12:05 കഴിയും, 7 മണിക്കുള്ളത് 7:05 കഴിയും. അപ്പോൾ നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ എന്താ പറയുക ഒരു ആഞ്ചലിക് മദർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു ചർച്ച് 6-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും പഴക്കമുള്ളൊരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ മുന്നിൽ കൂടെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി അവിടെ നിന്ന് അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം കണ്ട് അത് കഴിഞ്ഞപ്പോൾ വേറെ ഷോപ്പ് കണ്ടപ്പോൾ അവിടെ കയറി അങ്ങനെ ഓരോന്നും കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. നമ്മളെ റെസ്റ്റോറൻറ്റ് ഇവിടെ അത് കണ്ടു കഴിഞ്ഞ് വേറെ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ എത്തി കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങളെന്താണ് സ്കിന്നി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് നിങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേഗം ഉണ്ടാവും, അതിനെക്കൊണ്ട് ഭക്ഷണമൊക്കെ കുറിച്ച് നിലത്തടി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നടന്ന് നമ്മളിതാ ബ്രിഡ്ജ് ഓഫ് പീസിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊരു ഗ്രീൻ കളർ സംഭവം കണ്ടോ, ഇത് ചൂതാട്ട കേന്ദ്രമാണ് കേട്ടോ. അപ്പോൾ കാസിനോ ആണ് അവിടെ. എന്താ പറയുക 20 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊക്കെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഒരു നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക വിനോദത്തിന് പുറമെ പണം സമ്പാദിക്കാനുള്ളൊരു സംഭവമാണിട്ടത്. അങ്ങനെ ഇതാ ഒരു എന്താ പറയുക ഒരു വല്ലാതെ ഒരു നല്ല രസമുള്ളൊരു സമയമാണ് കേട്ടോ. സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 7:23 ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് കണ്ടു കഴിഞ്ഞൊരു 4:30-5 മണിക്ക് ആവണം ആ ഒരു ഫീലുണ്ട് കേട്ടോ വൈകുന്നേരത്തെ. ഇവിടെ ഇങ്ങനെ ഇവർക്ക് സ്റ്റേറ്റ് പെർഫോമേഴ്സിനൊക്കെ കാണാണ്ട് ഒരു ഗിറ്റാറൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ. ഞാൻ സഞ്ചാരത്തിൽ മാത്രമേ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ഗൈഡുകൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഇന്നലെ നമ്മൾ ബോട്ട് റൈഡിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക നമുക്ക് ഒരുപാട് ലാരി കൂടുതലാണ് കേട്ടോ അവിടെ എല്ലാ ആളുകൾ മേടിച്ചത്. ആ സ്ഥലത്ത് പോയിട്ട് ബോട്ട് റൈഡ് തുടങ്ങണ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ പോയിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഗൈഡിനെയും കൊണ്ടാണ് പോയത്. പക്ഷേ ഗൈഡിന് ചിലപ്പോൾ കമ്മീഷനൊക്കെ കിട്ടുമായിരിക്കും, നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞത് ഒരുപാട് കുറവായിട്ടാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും അങ്ങനെ എന്താ പറയുക ബോട്ട് റൈഡിനകത്ത് ഇരുന്നൂര് ഇവിടെ ഈ ബ്രിഡ്ജ് ഓഫ് പീസിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് ഗൈഡുകൾ. അപ്പോൾ ഒരുപാട് നമ്മൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേറെ കുറച്ച് തരും. നമ്മളെന്നാലും പോയിനെ കൊണ്ട് പിന്നെ നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ആളുകളോട് ചോദിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ടൈപ്പ് ഫ്രൂട്ട്സുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇവരെന്നെ കൃഷി ചെയ്യണത് തന്നെയാണ് കൂടുതലുള്ളത്. കാരണം ഇവിടെ വൈനാണ് മെയിൻ. എന്താ പറയുക മുന്തിരിയും ഇപ്പം കണ്ട കാണുന്നിടത്ത് മുഴുവൻ ഇങ്ങനെ മുന്തിരിൻ്റെ പള്ളികളൊക്കെയാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും കൂടെ ഉണ്ട്. അത് ഈ കൂടുതൽ വൈനൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ അതിനെക്കൊണ്ടായിരിക്കും. അന്നത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഒരു 9:30 റൂമിൽ ഫുഡൊക്കെ കഴിച്ച് പിറ്റേ ദിവസം നമ്മൾ ട്രക്കിങ്ങൊക്കെ ഉള്ള ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക പോണ വഴിക്കുള്ള മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോണ ടൈമിൽ നമുക്ക് എന്താ പറയുക കാണാൻ നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവിടേക്ക് നിർത്തും. ഓരോരോ കാഴ്ചകളൊക്കെ കാണും. എൻ്റെ റബ്ബേ എന്താ പറയുക എനിക്കറിയില്ല, അത്രയ്ക്ക് രസമായിട്ട് തോന്നുന്നു കേട്ടോ. നല്ലൊരു തണുപ്പും ഒക്കെ കൂടെ ആയിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു ഏരിയ കണ്ട് അപ്പോൾ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കും. പക്ഷേ ആ ഒരു സംഭവങ്ങളൊക്കെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ 10 ലാരി അങ്ങനെയൊക്കെ വെച്ചിട്ട് കൊടുക്കണം കേട്ടോ. പക്ഷെ നമ്മൾ അതിൻ്റെ മുന്നിലൊന്നും വെച്ചെടുത്തിട്ടൊന്നുമില്ല. അപ്പുറത്തൊക്കെ സൈഡിലൊക്കെ നിന്നുകൊണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അവിടുത്തെ കാഴ്ചകളൊക്കെ കുറേ നേരം അങ്ങനെ കണ്ടുകൊണ്ട് എന്തൊരു ഭംഗിയുള്ള സ്ഥലമല്ലേ. ഗവൺമെന്റിന് അപ്പുറം റെന്റ് കൊടുക്കണ്ട. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞ് വേറെ ഏരിയയ്ക്ക് എത്തിയപ്പോൾ അവിടെയും നിർത്തിയിട്ടോ. അപ്പോൾ അവിടെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സേറുമൾക്ക് അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുക
എന്താ ഈ പാർക്കിൽ കുറച്ച് നേരം കളിക്കണം, പിന്നെ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിലൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അവിടെ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ അവിടെ കിടക്കണതൊക്കെ കാണാൻ കേട്ടോ. അതും കണ്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടോ. അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് ഇവിടുത്തെ ഫുഡ് തന്നെയല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാൽ ഇന്ന് ഇതൊന്ന് നോക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കയറിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് നല്ല രസമുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിട്ടോ. ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസറിലൊക്കെ ഉള്ള വെള്ളം ഉണ്ടാവുമല്ലോ, അത്ര തണുപ്പുണ്ട് ഈ ഒരു വെള്ളത്തിന്. കൂടുതൽ നേരം നിൽക്കാൻ കഴിയില്ല, കാരണം അത്രയും വേദനിക്കൂട്ടോ തണുപ്പുകൊണ്ട്. പ്രദേശിതമ്മോട് ഫോട്ടോക്കൊക്കെ വേണ്ടിയിട്ട് പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോഴ്സ് റൈഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 16 വയസ്സിന് മുകളിലൊക്കെ ആണ് കേട്ടോ. അപ്പോൾ എനിക്കും ബാബുവിനും മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്കൊന്നും പറ്റത്തില്ല, ഞങ്ങൾ കയറിയില്ല. ഇപ്പോൾ ഇതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ നമ്മളെ റെസ്റ്റോറൻറ്റ് ഉള്ളത്. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് എന്നാലും കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞത്, 15-20 മിനിറ്റ് എടുക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുകയാണ്. നമ്മളെ ഗൈഡ് ഉണ്ട് അവിടെ. അപ്പോൾ ആയി കഴിഞ്ഞാൽ ഗൈഡ് നമ്മളെ വിളിക്കും. ഇടയ്ക്കിടയ്ക്ക് അപ്പം അങ്ങനെ എന്താ പറയുക, കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇതാ ഇവിടെ നമ്മളെ ഗൈഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ റെഡിയാണ് വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിതാ കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളെ ബിരിയാണീൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല കേട്ടോ. ബിരിയാണിയൊക്കെ ആണെങ്കിൽ കൂടെ തന്നെ നമ്മൾ ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നുമില്ല. നല്ല രസമുണ്ട്, കഴിക്കാൻ വേണമെങ്കിൽ എന്താ പറയുക, നല്ല രസമുണ്ട്. ചപ്പാത്തിയും ബട്ടറും എന്താ പറയുക നൂഡിൽസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ട്രക്കിംഗ് ഒക്കെ ഉള്ള ഏരിയന്ന്. അപ്പോൾ അവിടേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും എന്താ പറയുക, ഒരു പിക്ചർക്ക് നോക്കിയ പോലുള്ളൊരു ഫീലാണ് കേട്ടോ. എന്തായിരുന്നു അപ്പോൾ ഇതാ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് എന്താ പറയുക എത്ര ലാരിയാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. നമ്മൾ എടുക്കുന്ന വണ്ടിക്കനുസരിച്ചിരിക്കും കേട്ടോ അതിൻ്റെ ഇതൊക്കെ. അങ്ങനെ ഇവിടുത്തെ സമയവും കഴിഞ്ഞിതാ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ആ റൂമിലെത്തിയിട്ടുണ്ട്. അവിടുന്ന് നുള്ളി പെറുക്കി കുറേ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, കുറേ ഫ്ലവേഴ്സൊക്കെ. അപ്പോൾ അതൊക്കെ ഇതാ ഓരോ ഗ്ലാസ്സിലും എന്താ ഒക്കെ ആയിട്ട് ശിതമോൾ വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. റൂം സംഭവം നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇത് മക്കളെ റൂമാണ് കേട്ടോ. ഞങ്ങളെ റൂം അതിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ നേരെ വന്നേക്ക് മക്കളെ റൂമിൽ വന്ന് ഇങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ ഇനി ഫുഡ് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ച്. അപ്പോൾ നേരെ നമ്മൾ അടുത്ത് തന്നെ ഉള്ളത് നമ്മളെ റെസ്റ്റോറൻറ്റ് കണ്ട നമ്മൾ രാവിലെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഗൈഡ് നമ്മളെ സമയം ഒരു 5:30 ആയപ്പോഴേക്കും നമ്മളെ ട്രെക്കിങ്ങിൻ്റെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവന്നാക്കി. 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ടൈം ഫുൾ നമുക്ക് ഫ്രീ ആണ്. നമ്മളങ്ങനെ വണ്ടിക്ക് എടുത്തിട്ട് ഇവിടെ എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ പരിപാടി. അങ്ങനെ നമ്മൾ നോക്കി കൊടുക്കുന്ന ടൈമിലാണ് സൾഫർ ബാത്ത് ഇവിടെ ഉള്ള ഒരു സ്പെഷ്യൽ സംഭവമാണെന്ന് അറിയുന്നത്. അപ്പം നമ്മളെന്താക്കി സൾഫർ ബാത്തിന് ഞങ്ങൾ 6 ആളും കൂടെ ഇറങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ നമുക്കിപ്പോൾ ഇവിടുത്തെ സ്ഥലം ഇപ്പം എങ്ങനെയാ അറിയോ, നമ്മളെ നാട്ടിലുള്ള സ്ഥലം അല്ലെങ്കിൽ നമ്മളെ ചിത്തിയിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം പോലത്തെ ഒരു ഫീലായിപ്പോയി. കാരണം എല്ലാ ദിവസവും ഞങ്ങൾ ഇത് കൂടെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങണ പരിപാടി തന്നെ. അങ്ങനെ ഞങ്ങൾ തിരഞ്ഞ് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഞങ്ങൾ ഏകദേശമൊക്കെ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇത് കണ്ട അവിടെ മുകളിൽ എന്ത് എഴുതിയത് മനസ്സിലാവില്ല, ഭാഗത്തുനിന്ന് അടിയിൽ എഴുതിയത് മനസ്സിലാവില്ല. അപ്പോൾ മുകളിലും അതന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ സ്ഥലമൊക്കെ കണ്ടെത്തിയതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ടീം ബാത്ത് നാണ് എഴുതിയിട്ടില്ലേ ആയിരിക്കില്ലേ. അപ്പം ഇതാ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഓരോ മണിക്കൂറിനും എത്രയാണ് ലാരി എന്നുള്ളതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു നമ്മളൊരു ഫാമിലിക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ വലിയൊരു നമുക്ക് കിട്ടുക ഒരു ഹാളും പിന്നെ പല ടൈപ്പുള്ള എന്താ പറയുക കുളിക്കാനുള്ള ഏരിയകൾ. നമുക്ക് വേണ്ട ഇങ്ങനെ നടന്ന് പോകുമ്പോൾ നമുക്കിതിൽ ഏത് റൂമാണ് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതെടുത്തിട്ടോ, ഒന്നിൽ ചൂടുവെള്ളം, ഒന്നിൽ തണുത്ത വെള്ളം, ഒന്നിൽ ഭയങ്കര തണുപ്പുള്ളത്, ഒന്നിൽ നല്ല ചൂടുള്ളത്. ഈ ഒരു ഇങ്ങനെ കിടക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അതുമൊക്കെ കിടന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് കഴിഞ്ഞാൽ ആൾ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ചിതമോളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് എന്താ പറയുക ഞങ്ങളെ കുളിപ്പിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. 1-2 മണിക്കൂർ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ, കളിച്ച് നല്ല രസമായിരുന്നു. ശരിക്കും സത്യത്തിൽ ജീവിതത്തിൽ ഈ ഒരു അനുഭവമൊക്കെ ശരിക്കും നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. കാരണം നമ്മളിങ്ങനെ ഒരു രാജ്യത്ത് വന്നിട്ട് ഇവിടെ ഉള്ളൊരു പ്രത്യേകമായിട്ടുള്ള ഇങ്ങനെ സ്പെഷ്യൽ അതൊക്കെ എന്താണെങ്കിലും നമ്മളൊന്ന് അനുഭവിക്കണമല്ലോ. അപ്പം എന്താണെങ്കിലും ഇനി തിബ്ലിസിക്ക് വരുന്നവരൊക്കെ എന്താണെങ്കിലും യാത്രേൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ആവശ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ് കേട്ടോ. ഈ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ സ്റ്റീം ചെയ്യും. അതിൻ്റെ ഉള്ളിൽ കനൽ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ പോകും, എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു ചൂടുള്ള വെള്ളത്തിൽ ഇങ്ങനെ എന്താ പറയുക ആവി പിടിക്കാറില്ല, നമ്മുടെ ശരീരം മൊത്തം അങ്ങനെ ആവി പിടിക്കുന്ന പോലെ ഇരിക്കാൻ. അപ്പോൾ ഓരോ ഈ വെള്ളത്തിൻ്റെ സ്മെല്ല് എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളത് എനിക്കറിയില്ല. ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും, ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടാവില്ല. അങ്ങനെ ഒരു സ്മെല്ലാണ്. പക്ഷെ പെട്ടെന്ന് നമുക്ക് വരുമ്പോൾ അതെന്താ അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ വിചാരിക്കുന്നു. വൃത്തികെട്ടൊരു സ്മെല്ലൊന്നുമല്ല, എന്താ പറയുക ഒരു പ്രത്യേക തരം സ്മെല്ല്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ നേരം ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്മെല്ലൊന്നും മനസ്സിലാവില്ല. എന്ത് കാര്യം എങ്ങനെയാണല്ലോ. അങ്ങനെ ഇതാ എന്താ പറയുക, ഒരു മൊത്തത്തിൽ വേറെ വൈബാന്നൊക്കെ പറയട്ടോ. പണ്ട് കാലത്തൊക്കെ രാജാക്കന്മാരൊക്കെ ഓരോ ഫ്രണ്ട്സുകളോടൊക്കെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണല്ലോ യൂസ് ചെയ്തിരുന്നത്. കളിയും കുളിയും കുളിപ്പിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക പെണ്ണാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെയൊക്കെ കുളിപ്പിച്ചൊക്കെ തന്നെ നന്നായിട്ട് നല്ല ഉരച്ച് കുളിപ്പിച്ച് തരും, നല്ല അടിപൊളിയാക്കി തരും ശരീരമൊക്കെ. അപ്പോൾ നമ്മൾ എത്ര ക്ലീനാക്കി കഴിഞ്ഞാലും നമ്മൾ കഴുകുന്നതിനെക്കാട്ടിലും എന്താ പറയുക നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് അഴുക്കും കാര്യങ്ങളൊക്കെ ഒരു എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ കുളിപ്പിച്ചൊക്കെ തരിക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു ഫ്രഷ് ഫീൽ, ഒരു വല്ലാത്തൊരു ഫീലൊക്കെ കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇതെല്ലാവരും ശരിക്കും ഒന്ന് അനുഭവിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുന്നവരെന്താണെങ്കിലും ഇവിടെയൊക്കെ വന്നുകൊണ്ട് എന്താ പറയുക ഒക്കെ ഒന്ന് എല്ലാം ഒന്ന് അനുഭവിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിൻ്റെ പാർട്ട് 3 കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നേരെ നമ്മളെ റൂമിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്.